സഞ്ചാരി ആപ്പ്, അതായത് നമ്മുടെ പൈസ കൊണ്ട് നമ്മൾ മേടിക്കുന്ന ഫോണിൽ ഗവൺമെന്റ് ആപ്പ്. ഓക്കെ, അപ്പൊ അതിന്റെ ഏറ്റവും വലിയ പ്രൈമറി അവർ പറഞ്ഞ ഫോൺ നഷ്ടപ്പെട്ട ഞങ്ങൾ കണ്ടുപിടിച്ച് തരും, പിന്നെ ഒരുപാട് സ്കാം വരുന്നുണ്ട്, അതെല്ലാം ഞങ്ങൾക്ക് സോൾവ് ചെയ്ത് തരും. അതായത് കൊറോണ വന്നപ്പോൾ ആ ഒരു വിഷമടങ്ങി വാക്സിൻ കുത്തിവെക്കാനാണ് കൊറോണ ഒരു ഡ്രാമ പോലും ഇറക്കിയത്. എന്നിട്ട് ഇപ്പൊ ആൾക്കാരെല്ലാം അറ്റാക്ക് വന്നും ഈ പറയുന്ന സ്ട്രോക്ക് വന്നെല്ലാം വീഴുന്നു. ഒഫീഷ്യലി എഴുതിയവരെയും കാണിച്ചു അതിന് പ്രശ്നമുണ്ട്, ആ ഒരു വാക്സിൻ വെക്കാൻ വേണ്ടി, പോപ്പുലേഷൻ കുറക്കാനുള്ള വാക്സിൻ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു നാടകം. അപ്പൊ ആ ഒരു നാടകത്തിൽ ഇതുപോലെ ഈ ബണ്ടൻ ഗവൺമെന്റ് തന്നെയാണ് നമ്മളെ കൊണ്ട് മാസ്ക് വെപ്പിച്ചതും സാനിറ്റൈസർ ഇടിപ്പിച്ചതും. നമ്മുടെ സുരേഷ് ഗോപി അല്ലെ ഇപ്പോഴും ഈതയിൽ ആൽക്കഹോൾ എല്ലാം പറ്റിക്കൊണ്ട് നടപ്പുണ്ട്. അതായത് അടുക്കള കൊല്ലാൻ വേണ്ടി രക്തത്തിലെ ഈതയിൽ ആൽക്കഹോൾ മിക്സ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ ലിവർ പോക്കോളും. അപ്പൊ ഇതൊന്നും അറിയാത്ത ഈ വിഡ്ഢികൾ ഇങ്ങനെ അവർ എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ പരിണാമഫലം വേറൊന്നുമല്ല, ഈ പറയുന്ന നേപ്പാളിലെല്ലാം ആ ഒരു യങ്സ്റ്റേഴ്സ്, ആ ഒരു ജെൻസി എല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്ത് അവിടുത്തെ സോഷ്യൽ മീഡിയ അവർ കട്ട് ചെയ്തു. അതായത് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ ഗവൺമെന്റ് താഴ്ത്തിറങ്ങുന്നുള്ള ഭയം വന്നപ്പോൾ സോഷ്യൽ മീഡിയ കട്ട് ചെയ്തു. അപ്പൊ എന്താണ് അവർ നേരെ ചെന്നു പാർലമെന്റ് എല്ലാം കത്തിച്ചു, അപ്പൂമാരെല്ലാം മുഖോട്ട് വരച്ച് അങ്ങോട്ട് കളഞ്ഞു. ഓക്കെ, അവർ ക്ലീൻ ചെയ്തു ആ സ്ഥലം. അപ്പൊ ആ ഒരു സിസ്റ്റം തന്നെ ഇന്ത്യയിൽ വരും എന്നുള്ള രീതിയിൽ അവർക്ക് 100% അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്പ് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ പോലും എന്റെ ആപ്പ് നിങ്ങളിലേക്ക് എത്തില്ല. ഓക്കെ, ഇത് കട്ടായി പോകും. അപ്പൊ അത് തന്നെയാണ് അവരുടെ സാഹചര്യം. ഓക്കെ, അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ല 478 വർഷമായി നമ്മൾ അടിമയായിക്ക് ഈ പറയുന്ന ബ്രിട്ടീഷുകാരുടെ. ഓക്കെ, ഈ പറയുന്ന 78 വർഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും നമ്മൾ അടിമ തന്നെയാണ് ആ വിഡ്ഢികളുടെ. അല്ലെ, നമ്മുടെ കർഷകന്മാരെല്ലാവരും മരിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും പീഡിപ്പിക്കുന്നു, നമുക്ക് യാതൊരു ധർമ്മമില്ല, സത്യമില്ല, ന്യായമില്ല, നീതിയില്ല, കോടതി എന്ന് പറഞ്ഞിട്ട് ഒരു വിഡ്ഢിത്തരമായിട്ടുള്ള ഒരു സമ്പ്രദായം. ഓക്കെ, ദിലീപിന്റെ കേസിലെ 2017 നടന്നു. ഞാൻ നോക്കിയപ്പോ ഇന്നലെ അതിന്റെ വാർത്ത. ഓക്കെ, നടപടികൾ നടക്കുന്നു. അത്ര വലിയ പണക്കാർക്ക് പറ്റുന്നില്ല, പിന്നീട് പാവപ്പെട്ടവർക്ക്. ഓക്കെ, അതോടൊപ്പം തന്നെ അമ്മേനെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, കുഞ്ഞുങ്ങളെല്ലാം പീഡിപ്പിച്ച് കളയുന്നു. അങ്ങനെ ഒരു വിഡ്ഢികളായ ഒരു സമൂഹം. അതോടൊപ്പം യങ്സ്റ്റേഴ്സ് ആർക്കും ജോലിയില്ല. ഓക്കെ, കുറെ പേര് സ്വോത്രക്ക് വേണ്ടി പുറത്തേക്ക് പോയി അവരെ തല്ലി തല്ലി ഇപ്പോൾ ഇങ്ങോട്ട് വിടുന്നു. ഓക്കെ, റേസിസം എന്നൊക്കെ പറഞ്ഞ്. അതോടൊപ്പം തന്നെ വന്ന് എല്ലാവരുടെ ജോലിയും പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴും പഠിക്കാൻ പോകുന്ന ഈ പറയുന്ന ടൈൽ പണിക്കാരാവാനും അതേ പറയുന്ന മരപ്പണിക്കാരനാവാൻ. ഞാൻ ചോദിച്ചു, കുഞ്ഞുങ്ങളോട് ചോദിച്ചു, അപ്പൊ ടൈൽ പണിക്കാരനാവണമെന്ന്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സിസ്റ്റമാണ് ഇവിടെ. അല്ലെങ്കിൽ ഡോക്ടർ ആണോ എന്ന് പറയും, എഞ്ചിനീയർ ആണോ എന്ന് പറയും. ഇതൊന്നും ഇല്ല ഇനി. അതൊക്കെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യം മാത്രമേ റിലാക്സേഷൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നുള്ളൂ. നിങ്ങളുടെ ബുദ്ധിക്കും അപ്പുറമാണ് ഈ കാര്യം. ഓക്കെ, അതായത് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് കേൾക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ഒരു സിസ്റ്റം നമ്മളല്ലാതെ ആരും ഇല്ലാതാക്കും. ഇതുപോലെ പല സമയത്തും പല പല ആൾക്കാർ നമ്മളെ കൺക്യൂറേൻ ചെയ്യിച്ചപ്പോൾ കുറച്ച് ആൾക്കാർ മുമ്പിൽ നിന്ന് അത് ഇല്ലാതാക്കിക്കൊണ്ടാണ് നമുക്ക് ഇപ്പൊ കാണുന്ന ഈ സ്വാതന്ത്ര്യം. നമ്മുടെ അമ്മയും പെങ്ങളെല്ലാം ഉടുപ്പോരിട്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ നീതിന്യായ വ്യവസ്ഥകൾ മാറിയത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന വിഡ്ഢിത്തരങ്ങളായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നില്ല് ചെയ്യും. ഓക്കെ, ഞാൻ നില്ല് ചെയ്യും. എന്നെ കൊണ്ട് ചെയ്യാനുള്ള പ്രാപ്തി എനിക്കുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പോലെ തന്നെ ആ ഒരു അടിമ അല്ലെങ്കിൽ പുഴുവായി മാറേണ്ടി വരും. അപ്പൊ അതിനെക്കാട്ടും നല്ലത് ഒറ്റയ്ക്ക് നിന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഒരു 5% ആൾക്കാർ എന്റെ അടുത്തേക്ക് വരും. പവർഫുൾ ആയിട്ടുള്ള 5%. അതായത് ഭാവി തലമുറയ്ക്ക് ഈ ലോകം പരിശുദ്ധവും സമാധാനവും സന്തോഷവും നിറഞ്ഞു കൊടുക്കണമെന്നുള്ള ആഗ്രഹമുള്ള 5% ആൾക്കാർ എന്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പവർഫുൾ ആവും, സ്ട്രോങ് ആവും. ഓക്കെ, എന്റെ ഈ വനം പോലെ. അതായത് ഞാൻ പറഞ്ഞില്ലേ, കാടാണ് ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് സമസ്ത പ്രപഞ്ചത്തിനും എന്നും ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം എല്ലാം ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പൊ അതിനെതിരെ ആർക്കും നിൽക്കാൻ സാധിക്കില്ല.